ഫർള് നിസ്കാരമായാലും സുന്നത്ത് നിസ്കാരമായാലും നാം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നിൻ്റെ പേര് ഫർളാണ്, മറ്റൊന്നിൻ്റെ പേര് സുന്നത്താണ്. ഏതായാലും അതിൻ്റെ പേര് നിസ്കാരം എന്നാണ്, അല്ലേ? ഫർള് നിസ്കാരം, സുന്നത്ത് നിസ്കാരം. അപ്പം ഇത് നിസ്കാരമാവണമെങ്കിൽ ഫർളായാലും സുന്നത്തായാലും അതിൽ പ്രധാനമായും അടങ്ങിയിരിക്കേണ്ട ഫർള് കാര്യങ്ങൾ, അല്ലേ? നമ്മൾ നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 അതിന് ഫർളായാലും സുന്നത്തായാലും അങ്ങനെ തന്നെ, അതിൽ യാതൊരു മാറ്റവും. ഫർളായാലും സുന്നത്തായാലും ഈ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നിസ്കാരമാവുകയുള്ളൂ. അപ്പൊ സുന്നത്തല്ലേ അല്ല, സുന്നത്താണെങ്കിലും അതിൽ അടങ്ങിയിരിക്കേണ്ട ഫർളായ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട സംഗതികളാണ് ഫർളായ കാര്യവും അതുപോലെ തന്നെ ആ നിബന്ധനകളൊക്കെ ഒത്തുകൊണ്ടുള്ള നിസ്കാരമാവുക. അപ്പൊ ആ ഒരു രൂപത്തിനാവുമ്പോഴേ നമ്മുടെ നിസ്കാരമാവുകയുള്ളൂ. നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഫർള് എന്നുള്ളത് അത് നമ്മുടെ നിർബന്ധമായ ഒരു ബാധ്യതയാണ്. അത് നിർവഹിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ സംഗതിയാണ്. പക്ഷെ നമ്മൾ നിസ്കരിക്കുന്ന ഏത് നിസ്കാരമായാലും ഫർളായാലും സുന്നത്തായാലും നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അവൻ നൽകുന്ന ആ ഒരു പ്രതിഫലം നാം ആഗ്രഹിച്ചുകൊണ്ടാണ് വിശ്വാസത്തോടുകൂടെ, ഈമാനോടുകൂടെ, തഖ്വയോടുകൂടെ, അതിൻ്റെയൊക്കെ പുറമെ അള്ളാഹു തആല നമുക്ക് മഹത്തായ അവൻ്റെ പ്രതിഫലം നൽകുമെന്ന വിശ്വാസത്തോടുകൂടെയാണ് നമ്മൾ നിർവഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഫർള് നിസ്കരിച്ചാലും സുന്നത്ത് നിസ്കരിച്ചാലും, ഫർള് എന്നപ്പോൾ നമ്മൾ സാധാരണ ഓരോ ദിവസം നമ്മൾ നിസ്കരിക്കുന്ന 5 വക്ത് നിസ്കാരമാണ്. അപ്പൊ ഇത് മാത്രം പോരാ, നമുക്ക് ധാരാളമായിട്ട് സുന്നത്തായ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിന് സുന്നത്തായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്നുള്ളത്. സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ പതിവായി ചെയ്യുന്ന ഒരുപാട് നിസ്കാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഏത് നിസ്കാരമായാലും ആ നിസ്കാരത്തിൽ അടങ്ങേണ്ട വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഓരോ പാട്ടായിട്ട് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ ഒന്ന് പറഞ്ഞു നോക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കരിക്കുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. നിസ്കാരത്തിന് ഷർത്തുകൾ 5 പറഞ്ഞു. വലിയ അശുദ്ധിയുള്ള ആളുകൾ കുളിക്കുകയും ചെറിയ അശുദ്ധിയുള്ള ആളുകൾ വുളൂ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നജസുകളിൽ നിന്ന് ശുദ്ധിയാവുക. നിസ്കരിക്കുന്ന സ്ഥലമായാലും വസ്ത്രമായാലും ശരീരമായാലും നജസുകളിൽ നിന്ന് മുക്തമായിരിക്കണം. അതുപോലെ തന്നെ ഔറത്ത് മറച്ചിരിക്കണം. അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സമയമാവുകയും ആയെന്നറിയുകയും ചെയ്യണം. സമയം ആയാൽ പോരാ, നമുക്കൊരു ഉറപ്പുണ്ടാകണം സമയം ആയിട്ടുണ്ട് എന്നുള്ളത്. സമയം ആയോ ഇല്ലവേ, അപ്പം സാധാരണ ഇപ്പം നമ്മൾ സമയം ആയോ ഇല്ലെന്ന് ഇപ്പം നമ്മൾ സാധാരണ ബാങ്ക് കൊടുത്തോ എന്നുള്ളതാണല്ലോ അപ്പം നമ്മൾ സാധാരണ നോക്കാറുള്ളത്. അപ്പോൾ ബാങ്ക് കൊടുത്തോ ഇല്ലേ എന്നുള്ളതായ ഒരു കൺഫ്യൂഷൻ. അങ്ങനെ ആകുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല. അത് ഉറപ്പുണ്ടായിരിക്കണം. ഉറപ്പുണ്ട് എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സമയം ആയിട്ടില്ല എന്ന്. നമ്മൾ നിസ്കരിച്ചും ചെയ്ത് ആ നിസ്കാരം ശരിയാവില്ല, നമ്മൾ വേറെ നിസ്കരിക്കണം. അപ്പോൾ സമയമാവുകയും ആയെന്നറിയുകയും ചെയ്യണം. അതുപോലെ തന്നെ ഖിബ്ലക്ക് മുന്നിടണം. ഈ ഷർത്തുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഈ ഷർത്തുകൾ ഏതെങ്കിലും ഒന്നും പോയാൽ നിസ്കാരം നഷ്ടപ്പെടും. നിസ്കാരം അതോടുകൂടി അത് മുറിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ വലിയ ശുദ്ധിയിൽ നിന്നും അതുപോലെ തന്നെ ചെറിയ ശുദ്ധിയിൽ നിന്നൊക്കെ നമ്മൾ ശുദ്ധി വരുത്താറുണ്ട്. നജസിൽ നിന്നും നമ്മൾ ഏകദേശം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഔറത്ത് മറക്കുന്ന മറയുന്നൊരു വിഷയം സ്ത്രീകളെ സംബന്ധിച്ച് നിസ്കാരക്കുപ്പായിട്ടാൽ പിന്നെ അത് പ്രയാസം ഉണ്ടാവില്ല. പുരുഷന്മാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വീട്ടിൽ നിന്നൊക്കെ നിസ്കരിക്കുമ്പോൾ പള്ളിയിൽ നിന്നാകുമ്പോൾ അതിൻ്റെതായ മട്ടത്തിലാണല്ലോ പള്ളിയിലേക്ക് വരിക. അപ്പോൾ മുകളിൽ നിന്ന് മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് പുരുഷൻ മറക്കേണ്ടത്. എങ്കിലും നമ്മൾ സാധാരണ ധരിക്കുന്നത് പോലെ തന്നെ വീട്ടിൽ നിന്നായാലും നിസ്കരിക്കൽ നല്ലത് അങ്ങനെയാണ്. കാരണം തല മറച്ചിരിക്കണം, ചുമല് മറച്ചിരിക്കണം. ചുമലിപ്പോൾ മറക്കാൻ ചിലപ്പോൾ ഒരു ഷാൾ ഇട്ടാൽ മതി. അതിന് നല്ല ഇപ്പോൾ നമ്മൾ സാധാരണ കുപ്പായൊക്കെ ഇട്ട് കണ്ടാണല്ലോ നിസ്കരിക്കാറ്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ നമ്മൾ നിസ്കരിക്കുക. അതിൻ്റെ പുറമെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴോട്ട് കാണാൻ പാടില്ല. ഔറത്തിൻ്റെ ഭാഗങ്ങൾ കാണുന്ന രൂപത്തിലാകാൻ പാടില്ല. ഇപ്പോൾ പാൻ്റൊക്കെ ഇട്ട് നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളിൽ ബനിയൻ പോലത്തെ ഇന്നർ ധരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ റുക്കൂയിലേക്ക് അല്ലെങ്കിൽ സുജൂദിലേക്ക് പോകുമ്പോൾ പാൻ്റൊക്കെ അല്പം താഴോട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗം ഒരു നിലക്കും കാണാൻ പാടില്ല. നോക്കിയാൽ ഒരാൾ നോക്കുകയാണെങ്കിൽ കാണുന്ന രൂപത്തിലാകാൻ പാടില്ല. നോക്കണം നോക്കണ്ട എന്നുള്ള എല്ലാ വിഷയം.
ഒരാൾ നോക്കുകയാണെങ്കിൽ, മുകളിൽ നിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ ആ ഔറത്തിന്റെ ഭാഗം കാണാൻ പാടില്ല. അവ താഴെന്ന് പ്രശ്നമില്ല, മുകളിൽ നിന്ന് താഴോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സാധാരണ നിൽക്കുമ്പം ആ പ്രയാസം ഉണ്ടാവില്ല. കാരണം മുട്ടുപൊക്കൾ പിന്നെ പേൻ്റൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തുണിയാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളിൽ പിന്നെ ഇന്നർ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല. ബനിയന് പോലത്ത് ഇന്നർ ധരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രയാസം ഉണ്ടാവില്ല. ഇതൊന്നും ധരിക്കാതെയാണ് പിന്നെ നിസ്കരിക്കാൻ നിൽക്കുന്നതെങ്കിൽ പാൻറ് നല്ലോണം കയറ്റിയെടുക്കണം. അതുപോലെ തന്നെ റുക്കുവിൻ്റെ സമയത്ത് താഴോട്ട് പോകാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ സമയമാവുകയും ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ വിലക്ക് മുന്നിടണം, ഇതും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക. അല്ലെ, നിസ്കരിക്കുമ്പോൾ മുസല്ലി ഫർള ളുഹ്രി, ഇതാണ് നിർബന്ധമുള്ള നിയ്യത്ത്. ളുഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. ബാക്കിക്ക് എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ വെക്കുന്നത് പോലെ ളുഹർ എന്ന ഫർള് 4 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബലക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലെ, ഇതാണ് ഫർദ്. പിന്നെ നിയ്യത്തിൽ പിന്നെ ഫർദ് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ നിർബന്ധമായിട്ട് വേണ്ടത് ഉസല്ലി ഫർള ളുഹ്രി എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ നിയ്യത്ത് വീടി, നിയ്യത്ത് അത് പൂർണ്ണമല്ല, ആ നിയ്യത്ത് ക്ലിയറായി. അതിന് കൂടെ നമ്മൾ സാധാരണ ഉസല്ലി ഫർള ളുഹ്രി 4 റക്അഅത്തി മുതവജ്ജിഹൻ ഇലൽ ഖിബലത്തി അദാ ലില്ലാഹി തആല, ഇതാണ് നമ്മൾ സാധാരണ നിയ്യത്ത് വെക്കൽ. ഏറ്റവും ചുരുങ്ങിയത് ഉസല്ലി ഫർള ളുഹ്രി. ഇനി സുന്നത്ത് നിസ്കാരമാണെങ്കിൽ ഉസല്ലി സുന്നത്തുൽ ളുഹ, അല്ലേ, ഉസല്ലി സുന്നത്ത് തറാവീഹ് റക്അഅത്തൈനി നമ്മൾ സാധാരണ വെക്കുന്നത് പോലെ ബാക്കിയാണ് വെക്കുക. ഇനി ബാക്കി വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിയ്യത്ത് എന്ത് ചെയ്യുക, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് തക്ബീറോട് കൂടെയാണ്. അപ്പോൾ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ മലയാളത്തിൽ നിയ്യത്ത് വെച്ചത് കൊണ്ട് കുഴപ്പമില്ല. ളുഹർ എന്ന ഫർദ് ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. ളുഹർ എന്ന ഫർദ് 4 റക്അത്ത് ഖിബലക്ക് മുന്നിട്ട് എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ളുഹർ എന്ന ഫർദ് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിർബന്ധമായിട്ട് പറയണം. ളുഹർ എന്ന ഫർദ് ഞാൻ നിസ്കരിക്കുന്നു. ളുഹ നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. തഹജ്ജുദ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു തആലക്ക് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളെ നിസ്കാരം മുഴുവനും അല്ലാഹു തആലക്ക് വേണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാകൽ നല്ലതാണ്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊക്കെ സാധാരണ എങ്ങനെയാണോ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ചെയ്യുക. നമ്മളങ്ങനെ സാധാരണ ഇങ്ങനെ ഉസല്ലി ഫർള ളുഹ്രി 4 റക്അഅത്തി മുതവജ്ജിഹൻ ഇലൽ ഖിബലത്തി അദാ ലില്ലാഹി തആല, ഇതൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ പറയുന്ന അങ്ങനെ തന്നെ പഠിച്ച ആളുകൾ അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കുക. പിന്നെ അതിലൊരു മാറ്റം വരുത്താൻ നിൽക്കണ്ട. മലയാളത്തിൽ പറയുമ്പോൾ ളുഹർ എന്ന ഫർദ് 4 റക്അഅത്ത്, ളുഹർ എന്ന ഫർദ് നിസ്കാരം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നിസ്കാരം പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ളുഹർ എന്ന ഫർദ് അല്ലെങ്കിൽ ളുഹർ എന്ന ഫർദ് നിസ്കാരം 4 റക്അഅത്ത്, അല്ലെങ്കിൽ മഗ്രിബ് എന്ന ഫർദ് 3 റക്അഅത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ എന്ത് ചെയ്യുക, ആ നിയ്യത്ത് വെച്ചതിന് ശേഷം നേരെ കൈ താത്തിയാണല്ലോ നമ്മൾ സാധാരണ ഖിബലക്ക് മുന്നിട്ട് കൊണ്ട് എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. നേരെ ഖിബലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് കൈ നേരെ താത്തിയിടുകയാണ്. ആ താത്തിയിടുന്ന അവിടുന്ന് തന്നെ തുടങ്ങുക അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ മേലെ കൈ എത്തണം. നേരെ താഴത്തു നിന്ന് തുടങ്ങിയിട്ട് കൈ നേരെ എന്ത് ചെയ്യും, ഒരു താത്തിയിടാണല്ലോ, താഴത്തിയിട്ട് അവിടുന്ന് തുടങ്ങുക അല്ലാഹു അക്ബർ, മേലെത്തുമ്പോഴത്തിന് കഴിയണം. എന്നിട്ട് പറഞ്ഞതിന് ശേഷമാണ് ആ അക്ബർ എന്ന റായിന് സുക്കൂൻ ചെയ്തതിന് ശേഷമാണ് കൈ താഴ്ത്തേണ്ടത്. കൈ കെട്ടേണ്ട രൂപം അങ്ങനെയാണ്. കൈ പരത്തി പിന്നെ നമ്മുടെ ചെവിൻ്റെ നേരെ പരന്ന കോലത്തില്ല, നമ്മുടെ ഈ കൈയിൻ്റെ വെള്ള ഭാഗം, ആ പരന്ന ഭാഗം എന്ത് ചെയ്യുക, നേരെ ഖിബിലയിലേക്ക് 2 കൈയും ഖിബിലയിലേക്ക് വരുന്ന രൂപത്തിൽ, അതിൻ്റെ പരന്ന ഭാഗം വെള്ള ഭാഗം ഖിബിലയിലേക്ക് വരുന്ന രൂപത്തിലാണ് കൈ ഉയർത്തേണ്ടത്. അല്ലാതെ ആ വെള്ളയുടെ ഭാഗം ചെവിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ പിന്നെ പിടിച്ചിട്ടല്ല വെക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ ഖിബിലയിലേക്ക് കൈവെള്ള എന്ത് ചെയ്യുക, 2 കൈയും തിരിയുന്ന രൂപത്തിൽ അല്ലാഹു അക്ബർ, അല്ലേ, നമ്മുടെ പിന്നെ 2 കൈയിൻ്റെയും തള്ളവിരൽ ഏകദേശം ചെവിയുടെ ആ താഴ്ഭാഗത്ത് വരുന്ന രൂപത്തിലാണ് കൈമായിട്ട് ഉയർത്തി, വലിയ ഭയങ്കരമായ ഉയർത്തണ്ട, ആ ചെവിയുടെ ഭാഗത്ത് തള്ളവിരൽ വരുന്ന രൂപത്തിൽ 2 പേരിലും, കാരണം വലത്തെ കൈയിൻ്റെയും ഇടത്തെ കൈയിൻ്റെയും തള്ളവിരൽ വരുന്ന രൂപത്തിൽ കൈ കെട്ടി എന്ത് ചെയ്യുക, തക്ബീർ കെട്ടുക അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം കൈ താത്തുക. എന്നിട്ടാണ് വജ്ജഹത്ത് ഓതേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനൽ മദ്രസ ഖുർആൻ പഠന സഹായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ്സുകളൊക്കെ
സൂറത്തുൽ ഫാത്തിഹ മുതൽ നമ്മൾ ഖത്മ ആരംഭിച്ചിട്ടുണ്ട്. സൂറത്തുൽ അറാഫ് വരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 76ാമത്തെ ക്ലാസ്സിൽ ഒരു ചെറിയ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെറിയ കോമ്പറ്റീഷനുകൾ വെക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ പഠിതാക്കളായ ആളുകൾക്ക് ഉപകരിക്കും എന്ന നിലക്കാണ് വെച്ചിട്ടുള്ളത്. ഒരു ആവേശം, ഉന്മേഷം ഒക്കെ ഉണ്ടാകുന്ന എന്ന പ്രതീക്ഷയാണ് വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഖുർആൻ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ചെറിയ ക്ലാസ്സുകളാണ്. വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ് അല്ല. നമുക്ക് മെല്ലെ ഫാത്തിഹ മുതൽ ഇൻഷാ അല്ലാഹ് സൂറത്തുൻ നാസ് വരെ നമുക്ക് ഓതിയിട്ട് നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ മാറും എന്ന് ഒരു വിശ്വാസമുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനോഹരമായിട്ട് പാരായണം ചെയ്യാനും ധാരാളമായിട്ട് ഖത്മുകൾ തീർക്കാനും വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക.